കൊട്ടിയൂർ മാത്രമല്ല, എനിക്ക് പറയാം ഇതുപോലത്തെയാണ്. കൊട്ടിയൂർ ഇപ്പം ഭണ്ണാര എഴുന്നള്ളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്സവം തുടങ്ങും. ആ ഉത്സവത്തിനും ഏതാണ്ട് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ദേവന്മാരുടെ ഉത്സവം, മനുഷ്യരുടെ ഉത്സവം, ഭൂതഗണങ്ങളുടെ ഉത്സവം. 3 ഘട്ടത്തിലായിട്ടാണ്. അപ്പോൾ ഈ നെയ്യാട്ടം മുതൽ തിരുവോണാരാധന വരെയുള്ള ഉത്സവത്തെ ദൈവങ്ങളുടെ ഉത്സവം. അന്ന് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വാദ്യങ്ങൾ, അലങ്കാര വാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശിവേലി ആയാലും അതുപോലെ നമ്മൾ ദീപാരാധനയുടെ സമയത്തൊക്കെ വാദ്യങ്ങൾ വെറും അവരുടെ പറയുന്ന ഓച്ചറ കൊട്ടുന്ന മരം, അങ്ങനെ പരമ്പരാഗത പാണി മാത്രമേ ഉണ്ടാവുള്ളൂ. തിരുവോണാരാധന മുതൽ കലം വരവിൻ്റെ തലേ ദിവസം വരെയാണ് മനുഷ്യരുടെ ഉത്സവം. ദെൻ മകം മുതൽ കലശാട്ട് വരെ ഭൂതഗണങ്ങളുടെ ഉത്സവം. ഈ ഭൂതഗണങ്ങളുടെ ഉത്സവ സമയത്ത് എനിക്ക് ആസ് എ റിസർച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് ലിംഗപരമായിട്ടുള്ള വിലക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മറ്റ് പലരിൽ നിന്നും പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. കാരണം മകത്തിൻ്റെ ഉച്ചയ്ക്ക് ഭണ്ണാരത്തിൻ്റെ കൂടെ ഇറങ്ങുന്ന സ്ത്രീകളും മകത്തിൻ്റെ ഉച്ചയ്ക്ക് ആനയും സ്ത്രീകളും പിന്മാറണം. അപ്പോൾ പിന്നെ അവിടെ നടന്ന ചടങ്ങുകൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പറഞ്ഞു കേട്ട് വെച്ച് എഴുതിയതാണ്. പക്ഷെ അതിനുശേഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. കൂടുതലും ഗൂഢപൂജകളും കർമ്മങ്ങളൊക്കെയാണ്, കലം പൂജകൾ പോലെയുള്ള ഗൂഢപൂജകളാണ്. അപ്പോൾ അന്തരീക്ഷാകം മാറും. പിന്നെയും ഈ പാണി മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റ് വാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആന ഉണ്ടാവില്ല എഴുന്നള്ളത്തിന്.